ആനച്ചന്തമെന്നാൽ വെറും തലയെടുപ്പും തലപ്പൊക്കവുമല്ല എന്ന് ചിന്തിക്കുന്നവരാണ് മലയാളികളായ നല്ലൊരു ശതമാനം ആനപ്രേമികളും. ആനപിടുത്തം നിയമാനുസൃതമായി നിർത്തലാക്കിയെങ്കിലും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന സഖ്യപുത്രന്മാരെ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച കോടനാട്ടിലെയും കോന്നിയിലെയും ആനക്കൂടുകളിൽ ചട്ടം പഠിച്ചിറങ്ങിയ നിരവധി കൊമ്പന്മാർ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാടൻ ആനകളിൽ ഉയരം കൊണ്ടും അഴകുകൊണ്ടും മലയാളികളുടെ മനം കവർന്ന കേരളത്തിലെ നാടൻ ആനകളിൽ ഏറ്റവും മികച്ച 12 പേരെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കൊല്ലം ജില്ലയ്ക്ക് അഭിമാനമായ പുത്തൻകുളം ആനത്തറവാടിന്റെ ഗജകാരണവർ പുത്തൻകുളം കേശവനാണ് 12ാം സ്ഥാനത്തുള്ളത്. കേരളക്കര കണി കണ്ട സഹ്യപുത്രന്മാരിൽ അഴകെന്ന 3 അക്ഷരത്തിന് അവകാശം പറയുന്ന നിറകുടമായ പുത്തൻകുളം കേശവൻ ശബരിമലക്കാടുകളുടെ സന്തതിയാണ്. കലിയുഗവരതനായ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ പൂങ്കാവനത്തിൽ ജനിച്ചതുകൊണ്ടാകാം വീറും വാശിയും മറ്റേതു കൊമ്പനേക്കാളും ഒരൽപ്പം കൂടുതലാണ് കേശവന്. ആരെയും ആകർഷിക്കുന്ന ഗജസൗന്ദര്യം വേണ്ടുവോളം കിട്ടിയിട്ടുള്ളവന് സീസണിൽ ആവശ്യക്കാരേറെയാണെങ്കിൽ പോലും പാമ്പാടി രാജനും ഈരാറ്റുപേട്ട അയ്യപ്പനും തൃക്കടവൂർ ശിവരാജുവും ഉൾപ്പെടുന്ന നാടൻ ആനച്ചന്തങ്ങളെ നെഞ്ചിലേറ്റുന്ന മലയാളികൾ ഇവന് ആന കേരളത്തിൽ അർഹിച്ച സ്ഥാനം നൽകിയിട്ടില്ലെന്ന് വേണം പറയാൻ. '24 ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആനകളിൽ ഒരുവനാണ് കേരള വനം വകുപ്പിന്റെ താപ്പാനയായ കോന്നി സുരേന്ദ്രൻ. PT7, PM2, അരിക്കൊമ്പൻ, തണ്ണീർക്കൊമ്പൻ, ബേലൂർ മോഴ തുടങ്ങിയ ആനകളെ പിടികൂടുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആനയാണ് കോന്നി സുരേന്ദ്രൻ. ഇതിൽ ബേലൂർ മോഴ മിഷൻ ഒഴികെ ബാക്കിയെല്ലാം പൂർണ്ണ വിജയമായിരുന്നു. ഒരു കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെത്തേണ്ടിയിരുന്ന സുരേന്ദ്രനെ കുങ്കി പരിശീലനത്തിനയച്ചത് അവന്റെ തലവര മാറ്റിവരച്ചെന്ന് തന്നെ പറയേണ്ടി വരും. വളർന്നുവരുന്ന ആനകളിൽ നാടൻ ആനച്ചന്തത്തിന്റെ എല്ലാ വശ്യതയും ഉൾക്കൊണ്ട സുരേന്ദ്രനെ പൂരപ്പറമ്പുകളിൽ കാണുവാൻ ആഗ്രഹിച്ചവരാണ് മലയാളികളിൽ ഭൂരിഭാഗവും. എന്നാൽ ഇനി ഒരിക്കലും അവനെ അങ്ങനെ കാണുവാൻ നമുക്ക് കഴിയുകയില്ല. ആരു കണ്ടാലും മോഹിക്കുന്ന ആനച്ചന്തത്തിന്റെ അവസാന വാക്കായ സുരേന്ദ്രൻ മലയാളികൾക്ക് കാവലായി ഏതെങ്കിലും ഒരു വനാതിർത്തിയിൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. ഒൻപതാം സ്ഥാനം കോന്നി ആനക്കൂട് ആന കേരളത്തിന് സമ്മാനിച്ച ഗജവൈഢൂര്യം വാജിവാഹനപ്രിയൻ മലയാലപ്പുഴ രാജനാണ്. 1976 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിന്റെ സ്വന്തമായ രാജൻ 2 പതിറ്റാണ്ട് കാലം കർപ്പൂരപ്രിയനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ തിടമ്പേറ്റിയിട്ടുണ്ട്. ഗജലക്ഷണ പെരുമാൾ പാമ്പാടി രാജനുമായി വിദൂര സാമ്യമുള്ള ഈ കൊമ്പൻ തെക്കൻ നാട്ടിലെയും വടക്കൻ നാട്ടിലെ ഉത്സവപുരപ്പറമ്പുകളിലെയും സജീവമാണ്. എല്ലാ ലക്ഷണവും ഒത്തിണങ്ങിയാൽ ആനയുടെ ആയുസ് കുറയുമെന്നതുകൊണ്ടാകാം ഒരു പോരായ്മയായി ചെവിയുടെ വലിപ്പം ശരീരത്തെ അപേക്ഷിച്ച് ചെറുതാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ വളരെ ഭംഗിയായി നടമടക്കി തൊടാൻ രാജന് വെല്ലാൻ മറ്റൊരാനയുണ്ടാകില്ല. എട്ടാം സ്ഥാനത്ത് തിരുനക്കരത്തപ്പന്റെ മാനസപുത്രനായ തിരുനക്കര ശിവനാണ്. നിരവധി ലക്ഷണമൊത്ത കൊമ്പന്മാരെ ആന കേരളത്തിന് സമ്മാനിച്ച കോടനാട് ആനക്കൂട്ടിൽ നിന്നാണ് ശിവന്റെയും വരവ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ ചെവിയുടെ വലിപ്പം കൊണ്ട് ശിവന് വെല്ലാൻ മറ്റൊരാനയെന്ന് കേരളത്തിലില്ല. സദാസമയവും രൗദ്രത നേടിലേക്കുന്ന ഈ കോടനാട് ഗജവീരൻ ആന കേരളത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാലം കടന്നു പോകുന്നതിനനുസരിച്ചുള്ള ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്നതൊഴിച്ചാൽ വേറെ കാര്യമായ പ്രശ്നമൊന്നും ശിവനില്ല. ഏഴാം സ്ഥാനത്ത് ആലപ്പുഴ പട്ടണത്തിന്റെ പൊന്നോമനയായ മുല്ലക്കൽ ബാലകൃഷ്ണനാണ്.
ആലപ്പുഴ ജില്ലയിലെ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആനയായ ബാലകൃഷ്ണൻ വർഷങ്ങൾക്ക് മുൻപ് കോടനാട് ആനക്കൂട്ടിൽ നിന്നും ലേലം ചെയ്ത ആനയാണ്. ലക്ഷണശ്രീമാനായിരുന്ന തിരുവമ്പാടി ശിവസുന്ദരനെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിലെ ആനച്ചന്തത്തിന്റെ അവസാന വാക്കായ കതിർവില്ലഴകൻ പാമ്പാടി രാജനെയും പോലെ കോടനാട് ആനകൾക്ക് വേണ്ട ലക്ഷണപ്പൊരുത്തങ്ങൾ ബാലകൃഷ്ണനിൽ കാണുവാൻ കഴിയില്ല. സാധാരണയായി കോന്നി ആനകളിൽ കാണുന്ന ഒരു രൗദ്രതയാണ് ബാലകൃഷ്ണന്റെ പെരുമുഖത്ത് സദാസമയവും നേളിക്കുന്നത്. സീസണിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും ആലപ്പുഴ പട്ടണത്തിലെ നിരവധി പ്രൈവറ്റ് അമ്പലങ്ങളിലെയും ഉത്സവങ്ങളിൽ ബാലകൃഷ്ണൻ പങ്കെടുക്കാറുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കീഴൂട്ട് വിശ്വനാഥൻ എന്ന കൊമ്പൻ ഈ വർഷം 6ാം സ്ഥാനത്താണുള്ളത്. മന്ത്രികുമാരൻ എന്ന താരത്തിളക്കവുമായി ആനപ്രേമികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച വിശ്വനാഥൻ 2024 അത്രത്തോളം സജീവമല്ലായിരുന്നു. ആര് കണ്ടാലും മോഹിക്കുന്ന ഗജസൗന്ദര്യത്തിനുടമയായ വിശ്വനാഥനെ സീസണിൽ സ്വന്തമാക്കാൻ ആവശ്യക്കാർ ഏറെയാണ്. ഉത്സവ സീസണുകളിലെ സാധാ ദിവസങ്ങളിൽ 1 ലക്ഷത്തിന് മുകളിലായിരിക്കും വിശ്വനാഥനെ സ്വന്തമാക്കുവാൻ ആനപ്രേമികൾക്ക് നൽകേണ്ടി വരിക. തിരുവനന്തപുരം സ്വദേശിയായ ബാലാജി എന്ന ആനപ്പാപ്പാനൊപ്പം പൂരപ്പറമ്പുകളിലേക്ക് വരുന്ന അയ്യപ്പനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അഴകിന്റെ മഴവിൽക്കാവടി എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ആന കേരളത്തിലെ സൂപ്പർ സ്റ്റാറാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. ആരെയും ആകർഷിക്കുന്ന ആനച്ചന്തത്തിന്റെ മൂർത്തിമത് ഭാവമായ അയ്യപ്പന് പോരായ്മയായുള്ളത് 16 നഖക്കാരനെന്ന അധമ ലക്ഷണമാണ്. സീസണിൽ അയ്യപ്പനെ സ്വന്തമാക്കാൻ ആവശ്യക്കാരേറെയാണെങ്കിലും വളരെ കുറച്ചു പരിപാടികൾ മാത്രമാണ് അയ്യപ്പൻ എടുക്കുന്നത്. ആനയെ പരിപാലിക്കുന്നതിൽ കണിശതയുള്ള ഉടമസ്ഥരുടെ മികവ് കൊണ്ടാകാം ഇന്നും അയ്യപ്പൻ പൂർണ്ണ ആരോഗ്യവാനാണ്. വർഷങ്ങളായി തൃശൂർ പൂരത്തിന് പൂരവിളംബരം ചെയ്തുകൊണ്ടിരുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് പകരം ആര് എന്ന ചോദ്യത്തിന് കണ്ടെത്തിയ ഉത്തരമായിരുന്നു എറണാകുളം ശിവകുമാർ എന്ന നാടൻ ആനച്ചന്തം. സൃഷ്ടിച്ച ദൈവത്തിന് പോലും അസൂയ തോന്നിപ്പോകും വിധമായിരുന്നു എറണാകുളം ശിവകുമാർ എന്ന ആനയുടെ ഗജസൗന്ദര്യം. ഗുരുവായൂരിലെത്തേണ്ട ശിവകുമാർ ഒരു നിയോഗം പോലെ എറണാകുളത്തപ്പന്റെ തിരുമകനായി ആനപ്രേമികളുടെ പൊന്നോമനയായി കഴിയുന്നു. പ്രായത്തിന്റെ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാകാം അധികം ദൂരത്തിലുള്ള ഉത്സവപുര പരിപാടികൾക്കായി ശിവകുമാറിനെ അയക്കാറില്ല. ഒരു കാലത്ത് ആന കേരളത്തിന്റെ ഭാവി ഗജരാജ ചക്രവർത്തിയായി ആനപ്രേമികൾ സ്വപ്നം കണ്ടിരുന്ന കൊമ്പനാണ് തിരുവാണിക്കാവ് രാജഗോപാൽ. എന്നാൽ കാലം കടന്നുപോയപ്പോൾ സർവ്വലക്ഷണങ്ങളും കൊടുത്ത ദൈവം ഒരു കുറവായി അവന്റെ കൊമ്പുകൾക്കൊരു ചായ്വ് കൊടുത്തു. ആനച്ചന്തത്തിന്റെയും ഉയരപ്പെരുമയുടെയും മൂർത്തിമത് ഭാവമായ ഒല്ലൂക്കര തിരുവാണിക്കാവ് രാജഗോപാൽ നിലമ്പൂർ കാടുകളുടെ സന്തതിയാണ്. സഹ്യപുത്രന്മാർ എന്നറിയപ്പെടുന്ന നാടൻ ആനകളിൽ ഏറ്റവും ഉയരം കൂടിയ ആനകളുടെ കണക്കെടുത്താൽ ആദ്യത്തെ 5ൽ ഉറപ്പായും സ്ഥാനമുണ്ടാകും രാജഗോപാലിന്. സീസണിൽ വളരെ കുറച്ച് ഉത്സവ പരിപാടികൾ മാത്രം എടുക്കുന്ന തിരുവാണിക്കാവ് രാജഗോപാലിനെ ദീർഘദൂര ഉത്സവ പരിപാടികൾക്ക് അയക്കാറില്ല. പൊട്ടിട്ടാലും തഞ്ചാവൂർ പട്ടു ചുറ്റിപ്പൂവച്ചാലും
ആനച്ചന്തത്തിന്റെ പ്രതിരൂപമായിരുന്ന തിരുവമ്പാടി ശിവസുന്ദറിന് ശേഷം ആ സ്ഥാനത്തേക്ക് ആനപ്രേമികൾ നോക്കിക്കാണുന്ന കതിർവില്ലഴകൻ പാമ്പാടി രാജൻ 2ാം സ്ഥാനത്താണുള്ളത്. 2024 രാജനെ സംബന്ധിച്ച് അത്ര നല്ല വർഷമല്ലായിരുന്നു. നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ ആനയ്ക്ക് ഈ വർഷമുണ്ടായിരുന്നതിനാൽ മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഉത്സവപൂര പരിപാടികൾ വളരെ കുറച്ചു മാത്രമേ എടുത്തുള്ളൂ. കോടനാട് ആനക്കളരിയിൽ നിന്നും ആന കേരളത്തിന്റെ ഹൃദയനായകനായ പാമ്പാടി രാജനെ സ്വന്തമാക്കാൻ കേരളത്തിലെ എല്ലാ ഉത്സവ കമ്മിറ്റിക്കാരും ശ്രമിക്കാറുണ്ട്. 2.5 ലക്ഷം രൂപ മുതലായിരിക്കും രാജന് പ്രതിദിന വാടകയായി നൽകേണ്ടി വരിക. ഒരുപക്ഷെ 2024 ഏറ്റവും കൂടുതൽ ഉത്സവപൂര പരിപാടികളിൽ പങ്കെടുത്ത ആന തൃക്കടവൂർ ശിവരാജുവായിരിക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആനകളിൽ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയതും ഏറ്റവും കൂടുതൽ പ്രതിദിന ഏക്കത്തുക മേടിക്കുന്നതും തെക്കിന്റെ തിരുവരങ്ങിലെ ഉഗ്രസ്വരൂപൻ മാതംഗമാണിക്യം തൃക്കടവൂർ ശിവരാജുവാണ്. ആനയ്ക്കും പൂരത്തിനും പേരുകേട്ട വടക്കൻ നാട്ടിലെ പൂരപ്പറമ്പുകളിൽ പേരും പ്രശസ്തിയുമുള്ള നിരവധി കൊമ്പന്മാരെ പിന്നിലാക്കിക്കൊണ്ട് പേരുകേട്ട പല പൂരങ്ങൾക്കും തിടമ്പാനയായി എട്ടുകറികളുടെ പേരും പ്രശസ്തിയും എല്ലായിടത്തും എത്തിക്കുന്ന തൃക്കടവൂരപ്പന്റെ